ഷോറൂമിൽ നിർത്തിയിട്ടിരുന്ന ഒരു ബൈക്ക് കത്തിയിട്ടുള്ളത്. അപ്പൊ ഷോറൂമിനകത്തായിരുന്നു. അകത്ത് സേന അവിടെ എത്തുന്ന സമയത്ത് തന്നെ ബൈക്ക് ഏകദേശം പൂർണ്ണമായിട്ട് കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂടാതെ ആ ഷോറൂമിനകത്തുള്ള AC കത്തിയിട്ടുണ്ട്. അപ്പോ അവിടുത്തെ ജീവനക്കാരോട് ചോദിച്ച സമയത്ത് അത് പ്രാഥമിക നിഗമനം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോ അവിടെ ഫയർഫോഴ്സ് എത്തുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ ജീവനക്കാര് ഗാർഡൻ ഹോസ് ഉപയോഗിച്ചിട്ട് അവിടെ തീ കെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ ഷോറൂമില് ഒന്നും അത് ഒരു വലിയൊരു ബൈക്കിന്റെ ഷോറൂം എന്നുള്ള നിലയ്ക്ക് അവിടെ അഗ്നിശമന ഉപകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫയർ എക്സ്റ്റിംഗ്വിഷറോ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഫയർ ഫൈറ്റിങ്ങിനുള്ള ഉപകരണങ്ങളൊന്നും ആ ഷോറൂമുകളിലില്ല. അപ്പൊ അത്തരം ധാരാളം ഇനിയിപ്പോ വേനൽക്കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചൂട് കൂടുന്നൊരു സാഹചര്യം, കാലാവസ്ഥയൊക്കെ ചൂട് കൂടുന്ന സമയത്ത് ഇതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും ഫയർ എക്സ്റ്റിംഗ്വിഷർ നിർബന്ധമായിട്ടും ഉപയോഗിക്കുക. അത് അവിടുത്തെ ജീവനക്കാർക്ക് ഉപയോഗിക്കാനുള്ള ഒരു പരിശീലനം നൽകുക. അതിനൊക്കെ പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ സേവനം നിങ്ങൾക്ക് സൗജന്യമായി തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇനി പറമ്പുകളിലൊക്കെ ഉണങ്ങിയ പുല്ലുകളൊക്കെ കൂട്ടിയിട്ടിട്ട് കത്തിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാവിലെ ഏകദേശം ഒരു പുലർച്ചെ സമയത്ത് കത്തിക്കുന്നത് തന്നെ ചെറിയ കൂട്ടങ്ങളായിട്ട് പുലർച്ചെ സമയത്ത് കത്തിക്കുക. ഒരിക്കലും ഉച്ചയ്ക്ക് ശേഷം കത്തിക്കാൻ നിൽക്കരുത്. ഈ സമയത്ത് ഭയങ്കര കാറ്റാണ് ഉച്ചയ്ക്ക് ശേഷം. അപ്പൊ ഇത് മറ്റ് സ്ഥലങ്ങളിലേക്കും മറ്റു കെട്ടിടങ്ങളിലൊക്കെ തീപ്പൊരി വീണിട്ട് അവിടെ ഫയർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ ഈ തോട്ടം ഉടമകളും അതുപോലെ റബ്ബർ കൃഷി ചെയ്യുന്ന റബ്ബർ തോട്ടം ഉടമകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പെരിന്തൽമണ്ണ അങ്ങാടിപ്പം ഭാഗങ്ങളിലൊക്കെ വൻ ഷോപ്പുകളാണ്, ബിഗ് ഷോപ്പുകളാണ്. ഇതിലൊക്കെ നമ്മളെ ഫയർ സേഫ്റ്റി കൃത്യമായി ഇല്ല. പെരിന്തൽമണ്ണ ആ ഭാഗത്തല്ല, നമ്മളെ പെരിന്തൽമണ്ണ മൊത്തത്തിൽ തന്നെ ഫയർ സേഫ്റ്റി കംപ്ലീറ്റ് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. ഉള്ള സ്ഥാപനങ്ങൾ തന്നെ മതിയായിട്ട് ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നില്ല. അതേമാതിരി ഫയറിന്റെ NOC അവര് എല്ലാ വർഷവും പുതുക്കേണ്ടതുണ്ട്. പക്ഷെ അത് അവര് പുതുക്കുന്നില്ല. അങ്ങനെ പുതുക്കാഞ്ഞാല് നമ്മുടെ ആ ഉപകരണങ്ങളൊക്കെ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ വർഷവും ഇത് പുതുക്കുന്ന സമയത്താണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ അവിടെ വന്നിട്ട് അത് പ്രവർത്തിപ്പിച്ചിട്ട് അവിടുത്തെ ജീവനക്കാർക്ക് പരിശീലനം കൊടുക്കും. അപ്പൊ ആ പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ സ്ഥാപനത്തിൽ ഇൻ കേസ് ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ, ഈ ഫയറുമായി ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് അവർക്ക് യഥാസമയത്ത് എടുത്ത് ഉപയോഗിച്ചിട്ട് ആ ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് വൻ ദുരന്തങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. പെരിന്തൽമണ്ണയിലും സമീപ പ്രദേശങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും ഫയർ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങൾ കുറവാണെന്നും മിക്ക സ്ഥാപനങ്ങളിലുമുള്ളത് തന്നെ കാര്യക്ഷമമല്ലെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടത്തുമെന്നും പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ് വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു. മിക്ക സ്ഥാപനങ്ങളും തങ്ങളുടെ ജീവനക്കാർക്ക് ഫയർ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനങ്ങളും നൽകുന്നില്ല. ഫയർ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ പരിശീലനം നൽകാൻ തങ്ങൾ തയ്യാറാണെന്നും പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷൻ ഓഫീസർ പറയുന്നു. ഒരു വർഷം കൂടുമ്പോഴുള്ള ഫയർ NOC പല സ്ഥാപനങ്ങളും പുതുക്കാത്തത് ഇതിനു പ്രധാന കാരണമാകുന്നു. ഇത് പുതുക്കുമ്പോൾ മാത്രമാണ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ വന്നു സ്ഥാപനങ്ങളിലെ ഉപകരണങ്ങൾ പരിശോധിക്കുകയുള്ളൂ. തുടർന്ന് ഇവർ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനവും നൽകും. പല ആളുകളും ഫയർ NOC എടുക്കാതെയാണ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. ഇത് അപകടങ്ങൾ വരുമ്പോൾ അതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കും. കഴിഞ്ഞ ദിവസം അങ്ങാടിപ്പുറത്ത് ബൈക്ക് ഷോറൂമിൽ നടന്ന തീപിടുത്തത്തിലും കാര്യമായ ഫയർ ഉപകരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നും പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ് പറഞ്ഞു. ഈ പെട്രോളിന് നമുക്ക് എവിടുന്ന് കൊണ്ടുപോകണോ? നമുക്ക് മണാലിന്ന് വാങ്ങാം. ലഡാക്കിൽ പോകുമ്പോൾ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ 300 കിലോമീറ്റർ വരെ ഉണ്ട്. 300 കിലോമീറ്ററോ? ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റിനും മല, അതിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ്, അതിലൂടെ നമ്മള് രണ്ടാണ് ബുള്ളറ്റിൽ പോകുന്നത്. ഈ ഒന്ന് ഓർത്ത് നോക്കിയാടാ. എടാ ബസ്സിൽ കിട്ടാ ആക്സിഡന്റ് ഒന്ന് കൊടുത്ത വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. മുറിച്ച് കളയണമെന്നാണ് കൊണ്ടുപോടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽ ഷിഫയെ കൊണ്ടുപോകാം. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.